നമസ്തേ. ജ്യോതിഷ കൗൺസിലിംഗ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സുസ്വാഗതം. 2026 ജനുവരി 18 ഞായറാഴ്ച. ഇന്നത്തെ ഫലവും ഇന്നത്തെ നക്ഷത്രത്തെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത്. അതായത് ഇന്ന് പൂരാട നക്ഷത്രം രാവിലെ 10:16 വരെയാണ് ഉള്ളത്. അതിനുശേഷം ഉത്തരാട നക്ഷത്രം തുടങ്ങും. കൂടുതൽ സമയം ഉത്തരാട നക്ഷത്രം ഉള്ളതുകൊണ്ട് ഉത്തരാട നക്ഷത്രത്തിൻ്റെ ഫലം ആണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പൊതുവെ നിശ്ചയദാർഢ്യമുള്ളവരാണ്, സത്യസന്ധരുമാണ് ഇവർ. ഇന്ന് ഉത്രാട നക്ഷത്രക്കാരുടെ ഫലം ഗുണദോഷ സമ്മിശ്രമാണ്. പൊതുവെ കാര്യസിദ്ധി ഉണ്ടെങ്കിലും ചില കാര്യങ്ങൾക്ക് ശ്രദ്ധ വേണ്ടിവരും. തൊഴിൽ പുരോഗതി, ജോലിയിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. നേതൃത്വ പാഠവും പ്രകടിപ്പിക്കാനും അവസരമുണ്ടാകും. പ്രതീക്ഷിതമായ ധനസഹായമോ ആനുകൂല്യങ്ങളോ ലഭിച്ചെന്ന് വരും. ദോഷഫലങ്ങൾ: നട്ടലിന് ക്ഷതം സംഭവിക്കുകയോ ദഹന അസ്വസ്ഥതകൾ ഉണ്ടാകാനും ഇടയുണ്ട്. പരമാവധി പണം കൈകാര്യം ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അനാവശ്യ ചിലവുകൾ വന്നേക്കാം. ചില കാര്യങ്ങളിൽ അനാവശ്യ വാക്കുതർക്കങ്ങൾ ഏർപ്പെട്ടെന്ന് വരും. മാനസിക സമാധാനം നശിപ്പിച്ചേക്കാവുന്ന ചില കാര്യത്തിൽ ചെന്നുപെടേണ്ടി വരും. വീട്ടിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വന്നേക്കാം. നമസ്തേ. ജ്യോതിഷ കൗൺസിലിംഗ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സുസ്വാഗതം. 2026 ജനുവരി മാസം 17 ശനിയാഴ്ചത്തെ നക്ഷത്രഫലവും ഇന്നത്തെ ദിവസഫലവുമാണ് ഞാനിവിടെ പറയുന്നത്. ഇന്ന് മൂലം നക്ഷത്രമാണ്. രാവിലെ 8:14 വരെ മൂലം നക്ഷത്രമുള്ളൂ. അതിനുശേഷം പൂരാട നക്ഷത്രം തുടങ്ങുന്നു. ഇന്ന് കൂടുതൽ സമയം പൂരാട നക്ഷത്രമാണ് ഉള്ളത്. അതുകൊണ്ട് പൂരാട നക്ഷത്രത്തിൻ്റെ ഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സൽക്കർമ്മങ്ങൾക്കൊന്നും തന്നെ ഈ നക്ഷത്രം എടുക്കാറില്ല. പൂരാട നക്ഷത്രത്തിൻ്റെ ഇന്നത്തെ ഫലം പറയുകയാണെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഇന്ന് ആത്മവിശ്വാസം വർദ്ധിക്കുന്നൊരു കാലമാണ്, ഒരു ദിവസം കൂടിയാണ്. മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുകയും സാമ്പത്തിക കാര്യങ്ങളിൽ അമിതമായ ചെലവ് വന്നുപെടുകയൊക്കെ ചെയ്യുന്നൊരു കാലഘട്ടമാണ്. സാമ്പത്തിക കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അമിത ചെലവ് വന്നു വിടാനുള്ള ഒരു കാലം കൂടിയാണ് ഇന്ന്. ദോഷഫലങ്ങൾ പറയാനാണെങ്കിൽ എടുത്തിയാട്ടം മൂലം ആപത്തിൽ ചെന്ന് വിടാനുള്ള ഒരു കാലഘട്ടവും ഒരു ദിവസം കൂടിയാണ്. എടുത്തിയാട്ടം മൂലം ആപത്തിൽ ചെന്ന് വിടാനുള്ള സാധ്യതയുള്ള ഒരു ദിവസം കൂടിയാണ്. വളരെ ശ്രദ്ധിക്കണം. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ഇല്ലെങ്കിൽ പങ്കാളിക്കോ സഹപ്രവർത്തകർക്കോ അവരുമായി വാക്കുതർക്കം ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പാദദോഷമുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാർക്കൊക്കെയാണ് പാദദോഷം അനുഭവത്തിൽ വന്നതെന്ന് അല്ലെങ്കിൽ ദോഷമുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള പരിഹാര കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ നക്ഷത്രവും നക്ഷത്രഫലവും മനസ്സിലായല്ലോ. ഓക്കെ.